അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹ്, നമ്മുടെ കാൻ കരിക്കോട് സാറിന്റെ സൈക്കോളജി ക്ലാസ് ഞങ്ങൾ തുടങ്ങിയത് 1 വയസ്സുള്ള ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ എന്താണ്, ഒരു കുട്ടിയെ കുറിച്ച് നമ്മൾ എന്തെല്ലാം മനസ്സിലാക്കണം, അങ്ങനെ ഓരോ വയസ്സ് കഴിയും തോറും ആ കുട്ടികളുടെ വളർച്ച, ശാരീരിക വളർച്ചയിലുപരി മാനസിക വളർച്ചയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ട് വന്നത്. അപ്പൊ അൽഹംദുലില്ലാഹ്, ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ ആമുഖമായി പറയുന്നത്, പല കുട്ടികൾക്കും പല സ്വഭാവ വൈകല്യങ്ങളും വൈകൃതങ്ങളൊക്കെ കാണാം. അപ്പൊ അതിനൊക്കെ ഈ കൗൺസിലിങ്ങിന് പ്രത്യേകിച്ച് സാറിന് ഉപയോഗപ്പെടുത്താം. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കൗൺസിലിംഗ്, അതായത് ചെറിയ കുട്ടികൾ മുതൽ കൗമാരം അല്ല മുതിർന്നവരും വിവാഹ ജീവിതത്തിൽ ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും കൗൺസിലിംഗും സാർ നടത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് കോടതിപരമായിട്ടൊക്കെ ഒരുപാട് കൗൺസിലിങ്ങിനൊക്കെ സാറിനാണ് അവസാനം അവരാശ്രയിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സാർ കൈകാര്യം ചെയ്യുന്നത്. ഇന്നും നമ്മൾ പ്രത്യേകിച്ച് ഉണർത്തുകയാണ്, നമ്മുടെ ഓരോ കുട്ടികളുടെയും ജീവിതം മൂല്യവത്തതാണ്, വിലപിടിപ്പുള്ളതാണ്, വിലമതിക്കാനാവാത്തതാണ്. നമ്മുടെ അശ്രദ്ധ കൊണ്ട് ആ കുട്ടികളുടെ ഭാവി ഇരുളടയരുത്. അപ്പൊ അതിന് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പുതിയ തലമുറ എന്ന് പറയുന്ന ഒരുപാട് ടെക്നോളജി പരമായിട്ട് അതുപോലെ തന്നെ ഒരുപാട് കഴിവുകളുമുണ്ട്. പക്ഷെ ആ കഴിവുകളൊക്കെ നേരായ വഴിയിൽ തിരിച്ചുവിടാൻ വേണ്ടി ഇങ്ങനെയുള്ള ക്ലാസ്സുകളും കൗൺസിലിങ്ങിലും ഉപകാരപ്പെടും. അതിനുവേണ്ടി നമ്മൾ സാറിന്റെ സഹായം നമ്മൾ തേടണം എന്ന് ഉണർത്തിക്കൊണ്ട് ഞങ്ങൾ ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് തുടങ്ങുകയാണ്. പ്രത്യേകിച്ച് കുറെ നാൾ കൊണ്ട് നമ്മുടെ കുട്ടികളുടെ കൗൺസിലിങ്ങിന്റെ ക്ലാസ് നിർത്തിവെച്ചിരുന്നതാണ്, വീണ്ടും ഞങ്ങൾ തുടങ്ങുകയാണ്. സാറേ, ഇന്ന് നമുക്ക് ഈ ഒരു കുട്ടിയിൽ നമ്മൾ കുറെ ക്ലാസ്സുകൾ നമ്മൾ കൈകാര്യം ചെയ്താണ്. പക്ഷെ ഇന്ന് നമുക്ക് അറിയുന്നതെന്ന് പറഞ്ഞാല്, നമ്മുടെ ഈ 11 വയസ്സ് വരെ കഴിഞ്ഞുള്ള കുട്ടികള്, ആ കുട്ടികളിൽ ഇപ്പൊ ഉദാഹരണം സാറിന്റെ ഒരുപാട് വിഷയങ്ങളുണ്ട്. 11 വയസ്സിൽ അറിയേണ്ട ഒരുപാട് വിഷയങ്ങൾ നേരത്തെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് സാറിന്റെ വായിൽ നിന്ന് കിട്ടേണ്ടത് നമുക്ക് എന്താ പറയുക, 11 വയസ്സായ കുട്ടികളിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടണം, ആ കുട്ടികളുടെ കഴിവുകളിലെ വ്യത്യസ്ത രൂപങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഉപകാരപ്പെടും. 11 വയസ്സുള്ള കാര്യങ്ങളാണ്. കുട്ടി എന്ന രീതിയിൽ എന്ന് വെച്ചാൽ കുട്ടി എന്ന നിലത്തിൽ നിന്ന് മാറുകയാണ് 11 വയസ്സിൽ. അപ്പൊ അത് പുതിയ അനുഭവങ്ങൾ, വളർച്ച വർദ്ധിച്ചു. കാരണം അവന്റെ കൂട്ടുകാരോട് അടുക്കുന്നു. അതുപോലെ തന്നെ ഈ പഴയ കളിപ്പാട്ടങ്ങളൊക്കെ മാറ്റി അവൻ കാർട്ടൂൺ കാണുന്നതെല്ലാം നിർത്തി കാണും. മനസ്സിലായോ? അതുപോലെ തന്നെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സംഗതികളിലോട്ട് കുട്ടി മാറുകയാണ്. സോഷ്യൽ മീഡിയകളിലൊക്കെ അപ്പൊ ഇങ്ങനെ വരുന്നത്. അപ്പൊ ഇവിടെ വേറൊരു കാര്യം ഇവിടെ സംഭവിക്കുന്നു. കുട്ടിയിൽ കാണുന്ന അത് മനഃശാസ്ത്രപരമായ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കുട്ടിയുടെ തലച്ചോറ് വികസിക്കുന്നു. തലച്ചോറിനകത്ത് 1,00,000 സെല്ലുകളാണ് ഒരു ദിവസം ഉണ്ടാകുന്നത്. ഒരു ദിവസം 1,00,000 സെല്ലുകൾ. ഈ സെല്ലുകളിൽ നമ്മുടെ പുതിയ അറിവുകൾ നിറയ്ക്കും. അതുപോലെ തന്നെ പഴയ സെല്ലുകളിൽ നിറച്ചു വെച്ച ചിലതൊക്കെ അങ്ങ് കളയും. അതാണ് മനസ്സിലായത്. അതുപോലെ ഓരോ സെല്ലുകളും 15,000 മറ്റ് സെല്ലുകളുമായി കണക്ഷൻ വെക്കും. അങ്ങനെ കണക്ഷൻ വെക്കുന്നതിലൂടെയാണ് നമ്മളൊരു സ്വഭാവം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കണക്ഷൻ വെക്കുന്നതോടെ വ്യത്യസ്തമായ രാസപദാർത്ഥങ്ങൾ ഉണ്ടാകും. അതായത് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നാണ് പറയുന്നത്. ആ ന്യൂറോ ട്രാൻസ്മിറ്റർ സഞ്ചരിക്കുന്ന തരംഗ രൂപത്തിലാണ്. അതാണ് ഈ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ വേണേൽ ഉദാഹരണം പറയാം. ഒരു കുട്ടിയുടെ പേര് വിളിക്കുന്നു, അവനെ അഷ്റഫെ എന്ന് വിളിക്കുന്നു. പലതവണ അഷ്റഫെ എന്ന് വിളിക്കും. കുട്ടി ഇതാരാ, എന്നെ വിളിക്കുന്നല്ലോ. അപ്പൊ കുട്ടിയുടെ മനസ്സിൽ എന്റെ പേര് അഷ്റഫ് ആണ് എന്ന് കുട്ടി വിളിക്കുന്നു. അതാണ് ഈ കണക്ഷൻസ് വർദ്ധിക്കുന്നതനുസരിച്ചാണ്. അങ്ങനെ ശീലങ്ങളാണേലും അങ്ങനെ ശീലങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ 3 വയസ്സിൽ ഈ കുട്ടികളുടെ തലച്ചോറിൽ മുതിർന്നവരുടെ ഇരട്ടി കോശങ്ങൾ ഉണ്ടാവും. അത് ആവർത്തിക്കുമ്പോൾ ആ കോശങ്ങളിനകത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ ശക്തിപ്പെടും, വേണ്ടാത്തത് ദുർബലപ്പെടും. ഇതാണുള്ളത്. അത് 11 വയസ്സിന് ശേഷം ആണെങ്കിൽ നാഡീബന്ധങ്ങൾ വേണ്ടാത്തത് നഷ്ടപ്പെടും, വേണ്ടുന്നത് കൂടും. ഇതിന് ഒരു സത്യാവസ്ഥയും കൂടെ ഉണ്ട്. 12 വയസ്സിന് മുമ്പ് ആവർത്തിച്ച് കാണുകയോ കേൾക്കുകയോ ചെയ്ത കാര്യങ്ങൾ ജീവിതത്തിൽ ഉടനീളം നിലനിൽക്കും. നിങ്ങൾ ആരുടെ വേണമെങ്കിലും എടുത്തു നോക്ക്. 12 വയസ്സിന് മുമ്പ് നമ്മൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓർത്തെടുക്കാം. പക്ഷെ കഴിഞ്ഞ ആഴ്ച കണ്ട കാര്യങ്ങളൊന്നും നമുക്ക് ഓർമ്മ. അതാണ് ഈ 12 വയസ്സിന്റെ 11 വയസ്സിന്റെ വ്യത്യാസം. 11 വയസ്സിന് ശേഷം ഉപയോഗിക്കാതെ കിടക്കുന്ന കാര്യങ്ങൾ അന്നേരം ഔട്ടായി പോകും. 11 വയസ്സിന് മുമ്പുള്ളതെല്ലാം അതേ ക്ലിയർ പിക്ചറായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കും. അപ്പോൾ 11 വയസ്സിന് മുമ്പ് നല്ല കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിലും ഉൾക്കൊള്ളിപ്പിക്കണം. അത് നമ്മുടെ ഒരു ആവശ്യമാണ്. അൽഹംദുലില്ലാഹ്, വളരെ മൂല്യവത്തായ അറിവുകളാണ് ബന്ധപ്പെട്ടത്. പ്രത്യേകിച്ച് 10 വയസ്സിന് മുമ്പിൽ പഠിപ്പിക്കേണ്ട ദീനീപരമായ കാര്യം, ആത്മീയപരമായ കാര്യങ്ങളും അതേപോലെ അവന്റെ ജീവിത ചിട്ടകളൊക്കെ
വിലപിടിപ്പുള്ള മകനായി നമുക്ക് കുട്ടികളെ മാറ്റാൻ പറ്റും. കാരണം ആ കുട്ടി ഉണ്ടാകുന്ന ആ ഒരു കുട്ടി ആർക്ക് വേണ്ടിയല്ല, ആ ഒരു കുട്ടിയും സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടിയല്ല, ആ കുട്ടി സമൂഹത്തിൽ ലോകത്തിന് വേണ്ടിയാണ്. എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് APJ അബ്ദുൽ കലാം ആ ലോകം അറിയപ്പെടുന്ന ആളെ ഇന്ത്യക്ക് മൊത്തം അതിന് മുതൽക്കൂട്ടായി മാറി. പക്ഷേ സ്വന്തം മാതാപിതാക്കളല്ല. അതുപോലെ അംബേദ്കർ ഭരണഘടന ഉണ്ടായി, ഇന്നും അതിന് മൂല്യമുണ്ട്. കാരണം എന്താണ്, അവർ വളർത്തിക്കൊണ്ടുവന്ന ഒരു ചുറ്റുപാടാണ് അവരെയൊക്കെ ഈ നിലയിൽ എത്തിച്ചത്. എന്ന് പറയുന്ന പോലെ നമുക്ക് ഈ സാറിന്റെ വിലപ്പെട്ട അറിവുകൾ, പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്, അറിയാനുണ്ട്. ശാസ്ത്രീയ അറിവുകൾ നമുക്ക് ഒരുപാട് കിട്ടാനുണ്ട്. അതിനുള്ള അവസരം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഓരോ വീഡിയോ നിങ്ങൾ മൂല്യവത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ശ്രദ്ധയോടെ മനഃശാസ്ത്രപരമായ അറിവുകളാണ് പറയുന്നത്. അതെ അതെ, മനഃശാസ്ത്രപരമായിട്ട്, മനസ്സിന്റെ ശാസ്ത്രം, വേറെ കാര്യങ്ങളല്ല. അതെ അതെ. അതെ അതെ, ഇന്നലെയും ഞാനൊരു ഒരു ഫാമിലി, ഒരു ഡോക്ടർ ഫാമിലിയായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, ആ കുട്ടിയോട് പറഞ്ഞു, ആ കുട്ടിയെടുത്ത് ഞാൻ വിളിച്ചു നിർത്തി പറഞ്ഞു, മോളെ നീ മനഃശാസ്ത്രം പഠിക്കണം. എന്തിനാന്ന് പറഞ്ഞാൽ നിന്റെ വാപ്പ MBBS തന്നെയാണ്, സർജനാണ്, സംഭവം ശരിയാണ്. പക്ഷേ അത് ബോഡിയെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്നത്. പക്ഷെ മനസ്സിനെ കുറിച്ച് അറിയുക എന്ന് പറയുന്നത് വേറൊരു ലോകമാണ്. നീ പഠിക്കണമെന്നുള്ള ഒരു സൂചന ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. കാരണം എല്ലാ കുട്ടികളും നമ്മളൊക്കെ അറിഞ്ഞിരിക്കണം ഇങ്ങനെയുള്ള മനഃശാസ്ത്രപരമായ അറിവുകൾ. അതുള്ള അറിവുള്ളവരെ നമ്മൾ തേടിപ്പോണം, അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കണം. അങ്ങനെ ഉപദേശം സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ ഒരു കുട്ടി നമുക്ക് പാഴാവത്തില്ല, നമുക്ക് ഉപകാരം. തീർച്ചയാണ്. അൽഹംദുലില്ലാഹ്, നിങ്ങൾ ഈ വീഡിയോകളെല്ലാം ശ്രദ്ധിക്കണം എന്ന് ഉണർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ്